ഹലോ, നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്. സിമ്പിൾ മെഷീൻ, ലഘു യന്ത്രങ്ങളെക്കുറിച്ചും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ മെഷീനാണ് ലിവേഴ്സ്. അപ്പോൾ അതാണ് ആദ്യം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്. വാട്ട് യു മീൻ ബൈ എ ലിവർ? ലിവേഴ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. The lever consists of a rigid rod which can turn freely about a fixed point known as fulcrum. Lever consists of a rigid rod, ഒരു ദൃഢമായ ഒരു ദണ്ഡ്, rigid rod, which can turn freely about a fixed point. ഒരു ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത പോയിന്റിനെ ആധാരമാക്കി സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന ഒരു റിജിഡ് റോഡിനെയാണ് ലിവർ എന്ന് പറയുന്നത്. ആ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് നോൺ ആസ് ഫൾക്രം. ഫൾക്രം എന്ന ഒരു ഫിക്സഡ് പോയിന്റിനെ ആധാരമാക്കി സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢമായ റോഡിനെയാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിന് എന്തൊക്കെ ഉണ്ടാവണം? ലിവർ ദൃഢമായ ഒരു റിജിഡ് റോഡായിരിക്കണം. അതിന് ഒരു പോയിന്റിനെ ആധാരമാക്കി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ലിവറിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഇല്ലേ, ലിവർ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കല്ലും ഇതുമൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന കമ്പിപ്പാരയില്ലേ, അതൊരു വ്യക്തമായ ഉദാഹരണമാണ്. നമ്മൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഓഫ് എ ലിവർ. അതിനൊരു എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഒരു കല്ല് നമ്മൾ ഇട്ട് കൊടുക്കും. ഒരു കല്ല് പൊന്തിക്കുമ്പം അതിൻ്റെ അടിയിലൊരു അടകല്ല്, ഒരു സപ്പോർട്ട് കല്ല് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് കൊടുക്കും. അതേൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലിവറിനെ പൊന്തിക്കാൻ. അപ്പോൾ ആ ഫിക്സഡ് പോയിന്റിനെയാണ് ഫൾക്രം എന്ന് പറയുന്നത്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഫൾക്രം ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി എഫേർട്ട് ആൻഡ് ദ ലോഡ് ആർ കോൾഡ് ആംസ് ഓഫ് ലിവർ. കാണിച്ചു തരാം. ആ ലോഡിൽ നിന്ന് ഫൾക്രത്തിലേക്കുള്ള ദൂരവും ഫൾക്രത്തിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ ആംസ് ഓഫ് ലിവർ എന്ന് പറയും. ഒരു ലിവറിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ചിത്രത്തിൽ നോക്കുക. ഇതാണ് ഫൾക്രം. ഇത് ഈ സ്ട്രെയിറ്റ് ലൈനാണ് ഒരു ലിവർ. ഇവിടെ ലോഡ് കൊടുത്തിരിക്കുന്നു, ഇവിടെ എഫേർട്ട് അപ്ലൈ. നമ്മൾ ആ വസ്തുവിൽ കൊടുക്കുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്നും അത് ഓവർകം ചെയ്യുന്ന ഭാരത്തിനെ അല്ലെങ്കിൽ അതിനെ ലോഡെന്നും പറയും അല്ലേ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ലോഡ് ആൻഡ് എഫേർട്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എഫേർട്ട് എന്നും ഓവർകം ചെയ്യുന്ന ഫോഴ്സിനെ ലോഡെന്നും പറയും. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ ഒരു ഫൾക്രത്തിൽ ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ലോഡ് ഇവിടെ താഴേക്ക് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ എഫേർട്ട് ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഫൾക്രത്തിൽ നിന്ന് ഇവിടെ ഒരു എഫേർട്ട് കൊടുത്താലേ ഇത് ഈ ലിവർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ശരിയല്ലേ? ആ, അപ്പോൾ ഫൾക്രത്തിൽ നിന്ന് സ്ക്രീനിൽ നോക്കുക, കാണുന്നില്ലേ? ആ, ഫൾക്രത്തിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരത്തെ എഫേർട്ട് ആമും ലോഡിൽ നിന്ന് ഫൾക്രത്തിലേക്കുള്ള ദൂരത്തെ ലോഡ് ആമെന്നും പറയും. അപ്പോൾ ഈ ഒരു ലിവറിന് എന്തൊക്കെയുണ്ട്? ഇത് ആംസ് ഓഫ് ലിവർ, ആംസ് ഓഫ് ലിവർ. ആ ഫൾക്രത്തിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരം എഫേർട്ട് ആം, ഫൾക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം ലോഡ് ആം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൾക്രം ഈസ് കോൾഡ് ലോഡ് ആം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം ഈസ് കോൾഡ് എഫേർട്ട് ആം. അപ്പോൾ ഈ രണ്ട് ആമുകളുണ്ട്. സിമിലർലി ലോഡ് ആം മീൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൾക്രം ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലോഡ്. ലിവേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. രണ്ട് തരത്തിലുള്ള ലിവറുകളുണ്ട്. വാട്ട് എവർ ദ കാറ്റഗറി ഓഫ് ദ ലിവർ ഇറ്റ് മേ ബി, ഇറ്റ് വർക്ക്സ് ഓൺ ദി ഫോളോയിങ് പ്രിൻസിപ്പിൾ. ഏത് കാറ്റഗറി ആണെങ്കിലും ലിവറിൻ്റെ പ്രിൻസിപ്പിൾ, ലിവറിൻ്റെ തത്വം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ഒറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫോർമുല മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ലോഡ് ഇൻറ്റു ലോഡാം സമം എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം. ലോഡ് ഗുണിക്കണം. ലോഡ് എത്ര കെ ജി ആണെങ്കിലും അതിനെ ലോഡ് ഇൻറ്റു ലോഡാം സമം എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം.
എഫേർട്ടിനെ എഫേർട്ട് ആം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് ലോഡിനെ ലോഡ് ആം കൊണ്ട് ഗുണിക്കുന്നതുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലോഡ് ഇൻറ്റു ലോഡ്, പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ. ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ. ഇനി സ്ട്രെയിറ്റ് ലിവേഴ്സ്, സ്ട്രെയിറ്റ് ലിവർ ദേ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ഓർഡേഴ്സ്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ. അപ്പോൾ ഈ പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർഡർ, അങ്ങനെ 3 ഓർഡറിലുള്ള ലിവറുകളുണ്ട്. ആ സ്ട്രേറ്റ് ലിവറിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ആൻഡ് തേർഡ് ഓർഡർ. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ, ഇൻ ഫസ്റ്റ് ഓർഡർ ദ ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ്. ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ്. ഈ ലോഡിനും ഫൾക്രത്തിനും ഇടയിലാണ്, ലോഡിനും എഫേർട്ടിനും ഇടയിലാണ് ഫൾക്രമെങ്കിൽ അതിന് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇത് ഒന്നാമത്തെ ഓർഡർ, ഫസ്റ്റ് ഓർഡർ ലിവർ. അതായത് അതിന് ഉദാഹരണം ബീംസ് ഓഫ് എ കോമൺ ബാലൻസ്, സീസോ, ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ ലിവറിന്. എ പെയർ ഓഫ് സീസേഴ്സ്, ഒരു കത്രിക അല്ലെങ്കിൽ ഒരു കോമൺ ബാലൻസ്. കോമൺ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രാസ് അല്ലേ? സാധാരണ 2 തലയിലും കട്ടി വെച്ചിട്ട് തൂക്കുന്ന കോമൺ ബാലൻസ്. അതിങ്ങനെയല്ലേ കളിക്കുന്നത്. നടുക്ക് ഒരു പിന്നെ ഒരു പിവറ്റ് ഉണ്ട്, അവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു റോഡ് നീണ്ടു നിൽക്കും. അവിടെ ഒരു സൈഡിൽ നമ്മൾ വസ്തു വെക്കും, ഇപ്പുറത്ത് അതിനെ ബാലൻസ് ചെയ്യുന്ന കട്ടി വെക്കും. അതാണ് കോമൺ ബാലൻസ്. സീസോ ഇല്ലേ, നടുക്ക് ഒരു പിന്നെ സപ്പോർട്ടും അപ്പുറവും ഇപ്പുറവും പിള്ളേർ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സീസോ. അതൊക്കെ ഫസ്റ്റ് ഓർഡർ ലിവറിന് ഉദാഹരണമാണ്. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ലിവർ പിന്നെ ഇങ്ങനെയാണ്. ഫൾക്രം നടുവിൽ, എഫേർട്ട് അപ്പുറവും ഇപ്പുറം, എഫേർട്ടും ലോഡും അപ്പുറവും ഇപ്പുറവും. അത് തിരിച്ചു ആകാം. ലെഫ്റ്റ് സൈഡിലെ എഫേർട്ട് ലോഡും റൈറ്റ് സൈഡിലെ എഫേർട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡ് ഇൻ ഫസ്റ്റ് ഓർഡർ. ഇനി സെക്കൻഡ് ഓർഡർ ലിവർ, ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഒരു സൈഡിൽ ഫൾക്രം, നടുക്ക് ലോഡ്, എഫേർട്ട് മറ്റൊരു എൻഡിൽ. ദ ലോഡ് ഈസ്, അപ്പോൾ ഈ നടുക്ക് ഉള്ള എന്താണോ ഉള്ളത് അതിനെ ആധാരമാക്കിയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ സെൻറ്ററിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് ലോഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് എഫേർട്ട്. ഇൻ സെക്കൻഡ് ഓർഡർ റിവർ ലോഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് എഫേർട്ട്. ഫസ്റ്റ് ഓർഡറിൽ ഫൾക്രം നടുവിൽ, സെക്കൻഡ് ഓർഡറിൽ ലോഡ് നടുവിൽ. ലോഡ്, എഫേർട്ട്, ഫൾക്രം 3 ടേംസുകളാണുള്ളത്. ഫസ്റ്റിൽ ഫൾക്രം നടുവിൽ, സെക്കൻഡിൽ ലോഡ് നടുവിൽ. കാണിച്ചു തരാം. അപ്പം ദ ലിവർ വിച്ച് ഈസ് ബെൻഡ് ടു 0 to 180 ഡിഗ്രി, 0 മുതൽ 180 ഡിഗ്രി വരെ, അല്ലെങ്കിൽ 0 മുതൽ മുകളിലേക്ക് ഒരു ആംഗിളിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളിനെ ക്രാങ്ക്ഡ് ലിവർ എന്ന് നമ്മൾ പറയും. ദ ആം ആർ ബെൻഡ് ബിറ്റ്വീൻ 0 to 180 ഡിഗ്രി. ബെസ്റ്റ് example of curved liver is bell cranked liver, in which the arms are usually bent at 90 degree, and motorcycle brake system, clutch pedal, ഇതൊക്കെ എക്സാമ്പിളാണ്.
90 ഡിഗ്രി അളഞ്ഞിരിക്കുന്ന ലിവറിനെയാണ് ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറയുന്നത്. മോട്ടോർ സൈക്കിളിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിന് ക്ലച്ച് പെഡലും ഇതൊക്കെ ക്രാങ്ക്ഡ് ലിവറിന് എക്സാമ്പിൾ ആണ്. ഇനി ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ലിവർ. ഈ ലിവറുകൾ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എവിടെയാണ് എന്ന് നോക്കാം. ലിവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഓർഡേഴ്സ് ആർ കമ്പൈൻഡ് ടുഗദർ ഇൻ മഷീൻസ്. ഫോർ എക്സാമ്പിൾ, കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഈസ് യൂസ്ഡ് ഇൻ ടൈപ്പ്റൈറ്റർ. എല്ലാ മെഷീനുകളിൽ തന്നെ പലതരത്തിലുള്ള ലിവറുകൾ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ ലിവറും സെക്കൻഡ് ഓർഡർ ലിവറും കൂടെ അതിൻ്റെ കോമ്പിനേഷനാണ് ടൈപ്പ്റൈറ്റർ. പഴയ ടൈപ്പ്റൈറ്റർ കണ്ടിട്ടില്ല, നമ്മളിവിടെ ഞെക്കുമ്പം അവിടെ ഒരു ലെറ്റർ വന്ന് പതിയുന്ന രീതിയിലുള്ള ടൈപ്പ്റൈറ്ററിൽ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഡർ ഓഫ് ലിവേഴ്സ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ അപ്ലൈയിങ് ബ്രേക്സ് ടു മോട്ടോർ ബൈക്ക്, സൈക്കിൾ ആൻഡ് ഓൾസോ ഫൗണ്ട് ഇൻ ഇൻസ്ട്രുമെൻ്റ് ലൈക്ക് നാരോയിഡ് ബാരോമീറ്റർ. അങ്ങനെയുള്ള പല ഉപകരണങ്ങളിലും മെക്കാനിക്കൽ എക്യുപ്മെൻറ്റുകളിൽ പലതരത്തിലുള്ള ലിവറുകൾ നമ്മൾ എപ്പോഴും പിന്നെ ഒരു കമ്പി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഉയർത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ നട്ട് ക്രാക്കറോ അല്ലെങ്കിൽ പിന്നെ ലെമൺ ക്യൂസറോ ഫോഴ്സപ്സോ കട്ടിംഗ് പ്ലെയറോ ഇതൊക്കെ ഒരു ലിവറിന്, ഒരു സ്പാനറോ ഒക്കെ ലിവറിന് ഉദാഹരണം തന്നെയാണ്. അപ്പം നിത്യജീവിതത്തിൽ പല പിന്നെ ആപ്ലിക്കേഷൻസും നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് ഈ ലിവറുകൾ കൊണ്ട് ഉണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ഫൽക്രം, ഇവിടെ 100 കിലോഗ്രാം ഫോഴ്സ് വെച്ചിരിക്കുന്നു, ഇവിടെ 17 കിലോഗ്രാം ഫോഴ്സ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ എഫർട്ട് ആം കൂടും തോറും നമുക്ക് കൂടുതൽ ലോഡിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കുക. അക്കോർഡിംഗ് ടു ഫിഗർ, ദ ലിവർ ഹാസ് ടു സപ്പോർട്ട് എ 100 kg ലോഡ് with a 17 kg equivalent force supplied to it. Find the distance between load and point of force. ഈ ലോഡും ഈ ഫോഴ്സും തമ്മിലുള്ള അകലം കാണണം. കണ്ടോ, ഇവിടെ എന്താണ് ഈ ലെങ്ത് ഓഫ് ലിവർ, ഇത് മൊത്തം ഈ L എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഫൽക്രത്തിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ അകലത്തിൽ 100 കിലോഗ്രാം ഭാരം വെച്ചിരിക്കുന്നു എങ്കിൽ ഈ ലിവറിൻ്റെ ബാക്കിയുള്ള ഈ ലോഡിൽ നിന്ന് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഭാഗം വരെയുള്ള നീളം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് എന്താണ് ലിവറിൻ്റെ കേസാണെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡാം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ടാം എന്ന പിന്നെ പ്രിൻസിപ്പിളാണ് നമ്മളെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ലോഡാം 50 സെൻറ്റിമീറ്റർ, ഇതാണ് 100 kg ആണ് ലോഡ്. ലോഡാം 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം. എഫർട്ടാം X സെൻറ്റിമീറ്റർ, എഫർട്ടിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം. എഫർട്ടിൽ നിന്ന് ഈ സെൻറ്ററിലേക്കുള്ള ദൂരം അല്ല കേട്ടോ. ഈ എഫർട്ടാം എന്ന് പറയുന്നത് ഇത് 17 kg ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ഇവിടെ 100 kg ആണ് നമ്മൾ ഓവർകം ചെയ്യുന്ന ലോഡ്, ഇത് എഫർട്ട്. അപ്പോൾ 17 kg നിന്ന് ഈ 100 kg വരെയുള്ള ദൂരമല്ല എഫർട്ടാം, 17 നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരമാണ്. അതെപ്പോഴും ഓർക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടുന്ന് ഈ ഫൽക്രത്തിൽ നിന്ന് ഈ എഫർട്ടിൽ നിന്ന് ഫൽക്രം വരെയുള്ള ദൂരമാണ് എഫർട്ട് ആം. അപ്പോൾ എഫർട്ട് ആം എത്രയാണെന്ന് അറിയത്തില്ല, X സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ നമ്മൾ അപ്ലൈ ചെയ്ത് എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ബേസിക്കലി ലോഡ് ഇൻറ്റു ലോഡാം. എഫർട്ട് എത്രയാണ്? 17. എഫർട്ട് 17 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ L എന്നോ കൊടുത്താൽ മതി. അപ്പോൾ 17 ഇൻറ്റു L ഇസ് ഈക്വൽ ടു 100. ലോഡ് 100 ഇൻറ്റു ലോഡാം 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 17 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 50. 17 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 50. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 50 ഡിവൈഡ് ബൈ 17 സമം 294.1 സെൻറ്റിമീറ്റർ. അത് എക്സ് 294.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഫൽക്രത്തിൽ നിന്ന് എഫർട്ട് വരെയുള്ള ദൂരം. ഫൽക്രത്തിൽ നിന്നുള്ള എഫർട്ട് വരെയുള്ള ദൂരം
എൽ അല്ലെങ്കിൽ എഫേർട്ട് ആം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് 294 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന അതല്ല, ലോഡിൽ നിന്ന് ഫൽക്കത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന്. അപ്പോൾ ഈ മൊത്തം നീളത്തിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ 50 സെൻറ്റിമീറ്റർ കുറയ്ക്കണം. മൊത്തം നീളം 294.1 അതിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ കുറയ്ക്കണം. എന്നാലേ ഈ ലോഡിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരം കിട്ടുകയുള്ളൂ. അപ്പോൾ 294.1 മൈനസ് 50 സമം 244.1 സെൻറ്റിമീറ്റർ. അതാണ് അതിനെ മീറ്റർ ആക്കുക 2.44 മീറ്റർ. അപ്പോൾ 2.44 മീറ്റർ. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഈ ചിത്രം ഒന്ന് നോക്കാം. അതായത് ഫൽക്കത്തിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു 100 കിലോഗ്രാം ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് 244.1 മീറ്റർ ദൂരത്തിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ 17 കിലോഗ്രാം ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. നമ്മളൊരു ക്രോബാർ ഉപയോഗിച്ചിട്ട് ഒരു ഇതിനെ പൊക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ലോഡ് ഇങ്ങോട്ട് നീങ്ങുമ്പോഴും ഈ ലോഡാം കുറയുമ്പോൾ എഫർട്ട് കുറയും അല്ലേ. ഈ ഫൽക്രത്തിനോട് അടുത്ത് ലോഡ് വരികയാണെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡാം അത് അതിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഈ എഫർട്ടാം കൂടും. ഈ ലോഡ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എഫർട്ടാം കൂടും. അപ്പോഴവിടെ നമ്മൾ കൊടുക്കേണ്ട എഫർട്ട് കുറയും. അപ്പം നമ്മൾ ലിവർ ഉപയോഗിക്കുമ്പോൾ ഈ ഫൽക്രത്തിനോട് അടുപ്പിച്ച് ലോഡ് വെക്കാൻ നോക്കണം. എന്നാലേ നമുക്ക് സിമ്പിളായിട്ട് ചെറിയ എഫർട്ട് ഉപയോഗിച്ചിട്ട് ലോഡിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഒരു കമ്പിപ്പാരായിട്ട് ഒരു വസ്തുവിനെ വെക്കുമ്പോൾ അതിൻ്റെ നമ്മളെ അടകല്ല് നമ്മൾ ആ ലോഡിനോട് ചേർത്ത് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കും ഉള്ളിലേക്ക്. ആ എഫർട്ട് ലോഡിനോട് അടുത്ത് നീക്കി വെക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് കുറഞ്ഞ ബലം കൊണ്ട് ഇതിനെ ഉയർത്താൻ സാധിക്കണം. എഫർട്ട് കുറയണം. അതിന് ലോഡാം കൂടണം, എഫർട്ടാം കൂടണം, ലോഡാം കുറയണം. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് ബാക്കി പ്രോബ്ലം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ അടുത്തത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത അറ്റൻഡൻസ് എടുക്കും.